ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദൻ. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 മെയ് മാസ ഫലമാണ്. അപ്പൊ ഈ 2024 മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്, ഇത്ര നാൾ അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, പാഷൻ, കരിയർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം ചുരുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക്. അവിട്ടമര, ചതയം, പൂരിട്ടത്, മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് ഈ കുംഭരാശി, കുംഭക്കൂർ എന്ന് പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് അത്ര അനുകൂലമാണോ? അനുകൂല ടൈം അല്ല കേട്ടോ. ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് വരിക നോക്കാം. എക്സ്പെക്ടേഷൻ ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. കാരണം അത് ടെൻഷൻ കുറച്ചിട്ട് സങ്കടം കുറയ്ക്കും. ഓക്കെ, അമിതമായ പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ടൊന്നും ചെയ്യാതെ ഇറങ്ങണ്ട. ഇപ്പൊ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ബട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. കീപ്പ് ഓൺ ട്രൈ ആയിരിക്കണം. അയ്യോ ഇത് ചീത്ത സമയമാണ്, അയ്യോ എന്റെ എക്സ്പെക്ടേഷൻ ഒന്നും നടക്കില്ല, അപ്പൊ ഞാൻ അനങ്ങാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കാം. ട്രൈ ചെയ്യും. കിട്ടിയാ കിട്ടിട്ട് തന്നെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാതെ കിട്ടാതെ വരുന്നത് മോശമാണ്. ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തൊഴില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തൊഴിൽ സ്ഥാപനത്തിലാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ സിറ്റുവേഷൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ മേലധികാരി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ പ്രഷർ കൂടുതലാണ്, നിങ്ങൾക്ക് തൊഴിൽ മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ നിൽക്കണ്ടാണ്. ഇപ്പൊ ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റിയ ടൈം അല്ല. സോ നിങ്ങൾ സമാധാനത്തില് പേഷ്യന്റ് ആയിട്ട് സമാധാനമായി നിൽക്കുക. ഈ ഒരു മാസം കൂടെ എങ്ങനെയൊക്കെ പോട്ടെ. ഈ മാസം കഴിഞ്ഞ പ്രശ്നങ്ങൾ കുറഞ്ഞെന്ന് ചോദിച്ചാൽ അത്ര വലിയ കുറവൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഈ മാസം പോട്ടെ. നമ്മളിപ്പം പ്രസന്റ് ചിന്തിക്കണേ മെയ് മാസ കാര്യം ചിന്തിക്കാം. ഇപ്പൊ ഇങ്ങനെ പോട്ടെ. അതുപോലെ തന്നെ പ്രണയികളായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിവാഹമൊക്കെ കഴിക്കാൻ നിൽക്കുവാണ്. നമുക്ക് വിവാഹത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായി എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരൊക്കെ ഇപ്പൊ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇപ്പൊ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാണെങ്കിലും ഇപ്പം വിവാഹത്തിന് അനുകൂല സമയമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിന്റെ ഏജ് ആയി, അത്യാവശ്യം ഏജ് ഒക്കെ ആണ് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ 21 to 24 ഒക്കെ ഇടയിലാണെങ്കിൽ ഈ മാസം മാറ്റട്ടെ. ഈ മാസം നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നത്, എന്നാൽ വിവാഹത്തിലേക്ക് ചിന്തിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നടന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇത് കഴിഞ്ഞ് നടത്തിയാലും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ബട്ട് നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണേ? അപ്പൊ ചോദിക്കാൻ അടുത്ത് ചോദിക്കും. ഞാൻ തന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റിസ്ക് എടുക്കാതെ എന്ത് ജീവിതം എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരില്ലേ? അപ്പൊ എല്ലാത്തിനും എല്ലാം നല്ലതാണോ? അല്ലല്ലോ. ചിലതിന് ഇപ്പം പനിക്ക് കൊടുക്കുന്ന മരുന്ന് ഹാർട്ട് അറ്റാക്കിന് കൊടുത്താൽ ശരിയാവോ? ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന മരുന്ന് നമ്മള് ജലദോഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത്രേ ഉള്ളൂ. അത് എന്തിനു രീതിയിലായാലും കേട്ടോ. ഇപ്പൊ ഞാൻ അലോപ്പതിയുടെ കാര്യമല്ല എടുത്ത് പറഞ്ഞത്, എന്ത് കാര്യത്തിലായാലും ഏതൊരു ചികിത്സയിലായാലും ഓരോ അസുഖത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വേറെ അസുഖത്തിന് കൊടുത്താൽ ശരിയാവൂലല്ലോ, അല്ലേ? ചിലപ്പോ ഏകദേശം കുറെ സിംറ്റംസ് ഒക്കെ ഒരുപോലെ വന്നേക്കാം. ബട്ട് പൂർണ്ണമായിട്ട് സിംറ്റംസ് എല്ലാം സെയിം ആവൂലല്ലോ, ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ തരത്തിലുള്ള അസുഖം വന്നാൽ പോലും, അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ക്ഷീണം വന്നാൽ പോലും കൃത്യമായ ഒരു വൈദ്യ പരിശോധനയൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. റെസ്പാൻഡിനെ പോയി കാണുന്നത് ഉത്തമമായിരിക്കും. ഇന്ന മരുന്ന് സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചികിത്സ എന്താണോ അത് സ്വീകരിക്കാം. അതാണ് ഉത്തമം. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം, തലപൊങ്ങിയേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നേക്കാം, കുടുംബത്തിൽ കലഹം ഉണ്ടാവാം, ദേഹക്ഷീണം ഉണ്ടാവാം, ദേഹത്ത് തളർച്ച ഉണ്ടാവാം, അഗ്നിഭയമൊക്കെ പറയാം. സ്വകാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദമ്പതികൾ തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഒരു ധാരണയില്ലായ്മ ഉണ്ടാവാം, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത അറിയില്ലാതെ വന്നേക്കാം. കുടുംബത്തിലെ ഒരു
ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നൊരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്നവരുണ്ടാവുമല്ലോ, അവരുടെ അഭിപ്രായം ചോദിച്ച് മാത്രം മുന്നോട്ട് പോവുക. പുതിയ ദമ്പതികളൊക്കെ മുതിർന്ന ആൾക്കാരോട് ഒരു അഭിപ്രായമൊക്കെ ചോദിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് ഉത്തമമായിരിക്കും ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത്. കുടുംബത്തിൽ ചിലരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വലിയ രീതിയിൽ ഊതി പഠിപ്പിക്കാൻ നിൽക്കണ്ട. അനാവശ്യമായ കാര്യങ്ങൾ ചെന്ന് തലയിടാൻ നിൽക്കണ്ട. അന്യരുടെ കാര്യത്തിൽ ചെന്ന് തലയിടാൻ നിൽക്കണ്ട. അനാവശ്യമായിട്ട് കടങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. അനാവശ്യമായിട്ട് അന്യരുടെ ഗ്യാരണ്ടി ആയിട്ടും പോയി ഒപ്പിടാണെന്ന് നിൽക്കണ്ട. സൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ജാഗ്രത ആവശ്യമാണ്. അനാവശ്യമായ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഒന്ന് നോക്കിക്കണ്ട് നിൽക്കുക. ചതി പറ്റാനുള്ള യോഗമുണ്ട്, സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിവിനെ വിശ്വസിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. മറ്റൊരാളുടെ ടാലന്റ് വിശ്വസിച്ച് ഒന്നിനും ചെന്ന് ചാടാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസ് ആപത്തെയും ഓവർ തിങ്കിങ് ആപത്തെയും, സോ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇത്രയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുംഭരാശിക്ക് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാലും വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന ഉത്തമമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു. എന്തിനൊക്കെ സംശയങ്ങളുണ്ട് താരെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ഓരോരുത്തരും അല്ലേ. അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ പ്രഡിക്ഷൻ ആണ്, ഇത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, നല്ല ഫലക്കാര് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല. നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലെ. അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല, മനസ്സിലാക്കുക. ദോഷഫലമുള്ളവർ ചെയ്യേണ്ടത് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക. ഇരുന്നായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ പരിശ്രമിക്കുക, ഇപ്പൊ വെച്ച് പരിശ്രമിക്കുക. ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടിയെന്ന് വരില്ലെന്നേ. നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ റിസൾട്ട് കിട്ടും. അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ. ഒരു ജോലി കിട്ടണം, ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ വീട്ടിൽ കിടന്ന് എന്നാ മോനെ പിടിച്ചോ ജോലി, അല്ല എന്നാ മോളെ പിടിച്ചോ ജോലി എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല. നമ്മളത് വർക്ക് ചെയ്യണം, അതിനു വേണ്ടി അന്വേഷിക്കണം. അതൊക്കെ മോശം സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു, നമ്മൾ പറയാം ഇപ്പൊ മോശം സമയം, ഇപ്പൊ ഞാനില്ല, നാളെ നിൽക്കണ്ട, നിങ്ങൾ ചെയ്യുന്നേ. നമുക്ക് പറഞ്ഞ എപ്പോഴും പറയാറുണ്ട്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കും കൂടി ചിന്തിക്കണം. ഓക്കെ, ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ ഒരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവാം. നമ്മുടെ വ്യക്തി കാരണം കോമൺ പ്രഡിക്ഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൺ പ്രഡിക്ഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഇത് മതി. ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ പേഴ്സണൽ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാ കേട്ടോ. അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമറോളജി ആണോ, ഓക്കെ, ന്യൂമറോളജി കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് പോവാ. ഓക്കെ, ആ രീതിയിലൊക്കെ ചെയ്യുക. അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ, നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതിൽ നിന്ന് ലോജിക്കോട് ചിന്തിക്കാൻ. ഇത് പൊതുഫലമാണ് മനസ്സിലാക്കുക. കോമൺ പ്രഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഫലം മാറും അല്ലേ. നമ്മുടെ ജാതകം വെച്ച്, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും. പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടണം. നമ്മുടെ ചക്ര എങ്ങനെയാണ്, നമ്മുടെ ഓറ എങ്ങനെയാണ്, ഓറ എനർജി ഒക്കെ എങ്ങനെയാണ്, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് അല്ലേ. സോ അതനുസരിച്ച് നമ്മുടെ ഓറയുടെ എനർജി ഒക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്കൊരു പ്രഡിക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ജാതകം പരിശോധിക്കാൻ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നം അറിയാൻ പറ്റുള്ളൂ. ചാരഫലമാണ് അല്ലെ. ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ്, നമ്മുടെ മനസ്സിലേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയാൻ. സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പ്രഡിക്ഷൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ. അപ്പം നമ്മുടെ എന്താണ് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായി താരെ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, വീട്ടിലുള്ള അംഗങ്ങളുടെ ഒക്കെ പേര്, നക്ഷത്രമൊക്കെ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ എന്ത് ചെയ്യാ, താരെ പേരും
നക്ഷത്രം കമന്റ് ചെയ്യുക. പിന്നെ എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് നടക്കേണ്ട കാര്യം കൂടെ ചെയ്തുവാണെങ്കിൽ അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ചിന്തിക്കുക, കമന്റ് ചെയ്യുക. അപ്പം കമന്റ് ചെയ്യുമ്പം പേര്, നക്ഷത്രം ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി വിചാരിക്കാൻ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് താരെ കമന്റ് ചെയ്യാൻ, ഡൗട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 എത്ര കമന്റ് വേണമെങ്കിലും ഇടാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.